ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇപ്പോൾ ഇന്ന് ഞാൻ ഒരു വിളവെടുപ്പുമായിട്ടാണ് വരുന്നത് കേട്ടോ. സാധാരണ ഞാൻ നടിയിൽ അല്ലെങ്കിൽ പൂക്കളെ കാണിക്കുക, വിളവെടുപ്പും കാണിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഒരു പരിചയപ്പെടുത്തൽ കൂടിയാട്ടോ, ഒരു തരം പയർ. ഇപ്പോൾ ഞാൻ ഷോർട്സിൽ ഇങ്ങനെ ഇടലുണ്ട്, പയർ പറിക്കുന്നതും ഒക്കെ കാണിക്കലുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് അതറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർ കാണാത്ത പയറായതുകൊണ്ട് കുറേ പേര് കേട്ടോ കണ്ടവർ ഇത്രോ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് വിശദമായിട്ട് ആ ചെടിയും പയറും അതിനെക്കുറിച്ചെല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നത്. എന്നാൽ വരി നമുക്ക് ആ പയർ പറിക്കുന്നതും എല്ലാം കാണാമല്ലോ. ഇതാണ് ആ പയർ. ഇതിൻ്റെ പേര് ചതുരപ്പയർ എന്നാണ് ഇവിടെ പറയാം കേട്ടോ. എല്ലാവരും എങ്ങനെ പറയാന്നുള്ള അറിയില്ല. പിന്നെ ഈ പയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സീസൺ ഇങ്ങോട്ടായാലുണ്ടല്ലോ അത് നിൽക്കാതെ നമ്മൾ പറിച്ചോളണം. കാരണം 1-2 ദിവസം അപ്പുറം വെച്ച് കഴിഞ്ഞാൽ ഇത് മൂത്തു പോവുക, മൂത്താൽ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഇതാ ഒന്ന് കാണിച്ചു തരാം. ചിലർക്കൊന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ. നല്ല സൂപ്പറാ. ഇതിനുള്ളിൽ നല്ല ഒരു ഉരുണ്ട, ഞാൻ മൂപ്പെത്തിയ ഒന്ന് ഇതിലുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വിത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറിക്കുന്നതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അന്നേരം പറയുന്നത് ഒന്നും അറിയില്ല. ഈ ചെടീനെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഇക്കൊല്ലം നട്ടതല്ല കേട്ടോ, ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് നട്ടതാണ്. അപ്പോൾ ഇത് നട്ട് വലുതായി ഇങ്ങനെ നന്നായിട്ട് വിളവ് തന്ന് അങ്ങനെ എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു സമയമോ കഴിയല്ലോ എല്ലാം. അങ്ങനെ അത് കഴിഞ്ഞ് ഉണങ്ങി ഇതെല്ലാം തീർന്ന് അപ്പോൾ ചെടിയെല്ലാം പോയി കഴിഞ്ഞാലും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൻ്റെ ഒരു കിഴങ്ങുണ്ടാവും. ഇതിൻ്റെ ഇതാ മരട്ട് കണ്ടോ, ഈ മരട്ട് ഇവിടെ ഇതാ ഈ കിഴങ്ങ്, ഇവിടെ ഒരു കിഴങ്ങ് അടിയിലുണ്ടാവും. ആ കിഴങ്ങ് പിന്നെ പുതുമഴ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങ് മുളക്കും. ഏമാതിരി മുളക്കലാന്നറിയാം, നല്ല ശക്തിയിൽ ഇങ്ങോട്ട് മുളക്കും. മുളച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായതാണ് ഇത്. അങ്ങനെ ഒരു 6 മാസം പോലും ഇത് കായ് തന്നോണ്ടിരിക്കും. ഇതിന് പടർത്താനുള്ള സൗകര്യം ഉണ്ടായാൽ ഇത് ഭ്രാന്ത് പിടിച്ച പോലെ കഴിക്കും. നനയും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നനക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ല മഴയാണ്, നല്ല രാത്രി മഴ. അപ്പം എനിക്ക് വേണമെങ്കിൽ ഈ മേലോട്ടൊക്കെ പടർത്തിയിരുന്നു. കാരണം പേടി, നിലത്ത് നിന്ന് നമ്മളെ വാർപ്പിൻ്റെ മേലേക്ക് പടർത്തി കഴിഞ്ഞാൽ പാമ്പിനെ പേടിക്കണമല്ലോ. നമുക്ക് പച്ചക്കറി മാത്രം കിട്ടിയാൽ മതിയോ? അപ്പോൾ ആ പേടിയോണ്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ കയറി കെട്ടിക്കൊടുത്തുക. നല്ല സൂര്യപ്രകാശം കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഇത് പറിച്ചാൽ തീരൂല, അത്രയും ഉണ്ടാവും. പക്ഷെ പിന്നെ ഇതിൻ്റെ ഭയങ്കര ടേസ്റ്റുമാണ്. കണ്ടോ കായ്ക്കുന്നത് കണ്ടോ എത്ര ഉണ്ടായത്. പിന്നെ ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇറച്ചിക്ക് പകരമായിട്ട് ഇത് കഴിക്കുന്നവരുണ്ട്. ഇതിൻ്റെ പേര് ഇറച്ചിപ്പയറിനും കൂടിയുള്ളൊരു പേരുണ്ട് ഇതിന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല. ഞാൻ ഇറച്ചിപ്പയറിന് എഴുതുമ്പോൾ അവർ പറയും വേറെ എന്തൊക്കെ കമൻ്റൊക്കെ വന്നിരുന്നു. പിന്നെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പിന്നെ വിറ്റാമിൻ്റെ ഒരു കലവറയാണ്. ജീവകങ്ങൾ A, B, C, ഇരുമ്പ്, ഫോസ്ഫറസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന പ്രക്രിയ എളുപ്പമാകും. പിന്നെ ഊർജം കിട്ടും. അങ്ങനെ പല ഗുണങ്ങളും ഇതിനുണ്ട്. നല്ല മൂത്തതാട്ടോ. ഈ മൂത്ത് ഞങ്ങളൊന്ന് കാണിച്ചു തരിക. ഇതിൻ്റെ വിത്തൊന്ന് കാണിച്ചു തരിക. ഇത് നല്ല ആരുടെ ഒന്ന് എന്താ ഇതാണ് അതിൻ്റെ വിത്ത്. എന്താ വിത്ത് കണ്ടോ, ഇതാണ് ഉരുണ്ടിട്ടാ. ഈ വിത്തില്ലേ ഇങ്ങനൊന്നും അല്ല കേട്ടോ. ഇതിൻ്റെ കളറ് വേറൊരു മഞ്ഞ കളറ് വരാണ്ട് മൂത്തിട്ട് ഇതിൻ്റെ വലിപ്പം വരും. ഇതൊക്കെ വലിപ്പം കുറവാണ്, വലുതായി. ഇത് മൂത്ത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല കട്ടിയിലുമാണ്, നല്ല ഉറപ്പിൽ നല്ല വലിപ്പത്തിലാണ് ഇത്. അതുകൊണ്ട് ഇത് മുളക്കാൻ എറുമ്പൊന്നും തിന്ന് കളയൂല, ധൈര്യമായിട്ട് നടാം. എന്തായാലും അത് മുളച്ചിരിക്കൂ. കണ്ടോ ഇത്രയാ ഒന്നിനും തന്നെതാ. ഞാൻ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നത് കാണാത്തവരുണ്ട് എന്ന് പറഞ്ഞിട്ടാ. ഇതാണ് ഈ മൂത്തത് നമുക്ക് ഉപ്പേരിക്ക് പറ്റൂല, അത് വിത്തിനേ പറ്റുള്ളൂ. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ വിത്ത്. പക്ഷെ ഉണങ്ങിയതാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഉഷാറായിട്ട് കാണിക്കായിരുന്നു. ഇങ്ങനെ ഒരു മരട് മതി ഒരു കുടുംബത്തിന് കേട്ടോ. ഒരു കുടുംബത്തിന് ഒരു മരട് മതി അങ്ങ് ദിവസേന ഉപ്പേരി വെക്കാൻ. കാരണം വിറ്റാമിൻ്റെ ഒരു കലവറ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റും ഉണ്ടല്ലോ. പിന്നെ ഇതിൻ്റെ എല്ലാം ഭക്ഷ്യയോഗ്യമാണ്.
ഇല, പൂവ്, കായ, ഇതിൻ്റെ അടിയിൽ കിഴങ്ങുണ്ടാവും. അത് എല്ലാം ഭക്ഷ്യയോഗ്യാന്നാണ് പറയുന്നത്. എന്താ ബാക്ക് സൈഡായത്. ഈ ബാക്ക് സൈഡിൽ നിന്ന് പറിക്കണം. ഇതിന് ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാൽ പക്ഷികൾ ഈ പൂ വെട്ടിക്കളിയ താഴോട്ടുണ്ടാവുതാ. അതാണ് ഇപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം. വേറെ മറ്റ് രോഗങ്ങളൊന്നും ഇതിന് വരില്ല. എന്താ ഇതൊക്കെ അങ്ങനെ വെട്ടിക്കളഞ്ഞതാ. പൂവ് അങ്ങ് വെട്ടിക്കളിയ. ചിലപ്പോൾ നന്നാലും ഇത് നിറച്ചും ഉണ്ടാവുക. അങ്ങനെയൊക്കെ വെട്ടിക്കളഞ്ഞാലും നമുക്ക് ദിവസം പറിക്കാനുണ്ടാവും. എന്താ വിളവെടുത്തെടുത്ത് ഇത് അവിടെ എത്തി, കുറേ എടുത്തു. ഇതിൻ്റെ ഒരു മരടുമെന്നാണ് ഞാൻ ഇത്രയും പറിക്കുന്നതെന്നുള്ളത് കേട്ടോ. അത്ഭുതം. അതും ദിവസേന പറിക്കാനുണ്ടാവുക. ഈ മൂപ്പില്ലാത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറേ വിത്തിന് വെക്കുന്നുണ്ട്, കുറേ പേർക്ക് അങ്ങ് കൊടുക്കാലോ. അങ്ങനെ എല്ലാവരും കൃഷിയിലോട്ട് ഇറങ്ങിക്കോട്ടെ. നമ്മൾക്കിങ്ങനെ കൃഷി ചെയ്തിട്ട് നമുക്കിങ്ങനെ കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കണം, കൃഷി ചെയ്യണം എന്നൊക്കെ ഒരു താല്പര്യം വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും കൃഷിയിലോട്ട് ഇറങ്ങിയിട്ട് കേരളത്തിലെ എല്ലാ ലേഡീസും കൃഷിക്കാരികളാവട്ടെ. എന്നാൽ നമ്മൾക്ക് വിഷരഹിത പച്ചക്കറി കുട്ടികൾക്ക് കൊടുക്കാലോ. അതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ മൂത്തതാ. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു മൂത്ത ഈ വലിപ്പം ഉണ്ടാവും. മൂത്തവിന് പറിക്കേണ്ട നിന്നോട്ടെ എന്നിട്ട്. അപ്പോൾ എനിക്ക് ഒരു മരട് കൊണ്ട് ഇത്ര ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പന്തലിടാൻ വലിയൊരു സൗകര്യമൊന്നുമില്ല. അപ്പം നന്നായിട്ട് സൗകര്യമുള്ളിടത്താണെങ്കിലുള്ള സ്ഥിതി എന്തായിരിക്കും? പറിച്ചാൽ മടുക്കുമോ? ഞാനിങ്ങനെ എൻ്റെ ആവശ്യത്തിന് പറിക്കും, കുറേ ആൾക്ക് പറിച്ച് കൊടുക്കും. സ്ഥിരമായിട്ട് തിന്നുമ്പോൾ മടുത്തു പോകും. എത്ര നല്ലതാന്ന് പറഞ്ഞിട്ടും കാര്യമല്ല സ്ഥിരമായിട്ട് തിന്നു കഴിഞ്ഞാൽ. പിന്നെ വിത്ത് മുളച്ചുണ്ടായി കായ ഉണ്ടാകുന്നേക്കാളും ഉഷാറിലുണ്ടാകുന്നത് ആ കിഴങ്ങ് മുളച്ചിട്ട് ഇങ്ങനെ പുതുമഴ കിട്ടിയിട്ട് മുളച്ച് വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലാട്ടോ. അതാണ് ഇതങ്ങനെ വന്നത് കൊണ്ടാണ് അത്രക്കും കായ പറിക്കുന്നത് ഞാൻ. അത് നേരത്തെ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ തിരിഞ്ഞ് നോക്കണ്ട. അതൊക്കെ വലുതായി പോയി. ഇതൊക്കെ വിത്തിന് കുറേ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇത് വിത്തായിപ്പോയി. ഇതൊക്കെ വിത്തിനായിപ്പോയി. സമയം തെറ്റി. ഇത് വിത്തായി. ഇവിടെ വിത്ത്. ഇതൊക്കെ വിത്ത്. അതിൻ്റെ ഉള്ളിൽ ഇതെല്ലാം വിത്തിന് ഒറ്റ മണി കിട്ടിയാൽ മതി. ഒരാൾക്കൊന്ന് മതി ഒരു വിത്ത്. ആ വിത്ത് അങ്ങനെ ഉറുമ്പരിച്ച് പോവുക, കേട് വരിക ഒന്നുമില്ല. ധൈര്യമായിട്ട് കൊണ്ടുപോവുക. ഒരു കട്ടിയുള്ളൊരു തോടാ, അത് ഒരു തൊണ്ട് എന്ന് എനിക്ക് പറയാം. അത് മണ്ണിലിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് മുളച്ച് ഉഷാറാവും. ഞാൻ തന്നെ ഇത് ഇവിടെ വലിച്ച് അവസാനം ഇത് ഉണങ്ങിയല്ലോ, ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ വലിച്ച് താഴോട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിലുണ്ടാവും ഇടയ്ക്കൊക്കെ ഉണങ്ങിയ ഇങ്ങനെയുള്ള ചതുരപ്പയർ. അത് മുളക്കുക. അങ്ങനെ എത്ര മുളച്ചിട്ട് തൈ ഉണ്ടായിട്ട് ഞാൻ കളയുന്നുണ്ടെന്ന് അറിയാം. കാരണം സ്ഥലമില്ലല്ലോ ഇത് ഇത്ര അധികം നടാൻ. 1 or 2 നടാനേ പറ്റുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് നോക്ക്, അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഇതാളായി വരുന്നു. ആരാന്നറിയോ? നിത്യവഴുതിന ഒരു കൂട്ടരാവഴിക്കും. നിത്യവഴുതിൻ്റെ പൂവുണ്ടോ? ഒക്കെ നിത്യവഴുതന ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സ്ഥല സൗകര്യം ഇല്ലേറ്റ്. നിത്യവഴുതന പൂവിട്ട് നിറച്ചു. പിന്നെ കോവക്കത പറിക്കാനായിട്ടുണ്ട്. നോക്കട്ടെ. കോവക്കയത്. കോവക്ക നമുക്ക് കുറച്ച് കിട്ടുകയാണെങ്കിൽ കോവക്ക ചോറിന് പൊരിക്കാൻ എന്ത് രസം അറിയോ? ഇതുകൊണ്ട് ഉപ്പേരിയും വെക്കുക. ഏതുകൊണ്ടെന്നറിയോ? ചതുരപ്പയർ കൊണ്ട് ഉപ്പേരി വെക്കുക, കോവക്ക പൊരിക്കുക. എന്ത് രസമാണ്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ നല്ല. ഒരു കോവക്കൻ്റെ തണ്ടൊക്കെ പിടിപ്പിക്കണം കേട്ടോ. ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പുറത്ത്. അവിടെ എനിക്ക് സ്ഥല സൗകര്യം കുറഞ്ഞിട്ടേ ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ മുളക്കുന്ന ചെടി ചതുരപ്പയറിനെ ഉള്ളും തോന്നുന്നു. ഇങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാൽ കിഴങ്ങ് അടിയിലുണ്ടായിട്ട് കൊല്ലാകുമ്പോഴത്തേക്ക് ഇങ്ങനെ വീണ്ടും മുളച്ച് വരുന്നത്. വേറെ നിങ്ങൾക്ക് അറിയുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങൾ ഇതിന് ചതുരപ്പയർ, ഇറച്ചിപ്പയർ അല്ലാതെ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നുള്ളതും പറയണം. കാണാത്തവർക്ക് ഇതാട്ടോ. എന്ത് രസാലേ ഇത്. പിന്നെ ഉപ്പേരി വെക്കൽ എങ്ങനെ അറിയോ? ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ചീന്തു. അപ്പം പിന്നെ ചെറുതാക്കി എന്നിട്ട് മെഴുക്ക് വരട്ടി അങ്ങനെ എല്ലാം ഉണ്ടാക്കുക. നല്ല രസമാണ്, നല്ല അടിപൊളിയാണ്. ഞങ്ങൾക്കൊന്ന് പറിച്ച് എനിക്ക് ഇത് പിന്നെ ഉപ്പ്, മുളക്, മഞ്ഞളിട്ടിട്ട് നല്ല ഇരുമ്പിൻ ചട്ടിയിലിട്ട് പൊരിച്ചിരുന്ന എന്ത് രസമാണെന്നറിയാം. ചോറിന് മീനിൻ്റെ പകരം നല്ല രസമാണ്. അങ്ങനെ എല്ലാം ഓരോന്നോരോന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്ക്. ഒന്നും തിന്നാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് എളുകുന്ന മക്കളില്ലേ, ഓൽക്കൊക്കെ ഓരോ പൊടിക്കൈകളാണ് ഇതൊക്കെ.
കണ്ടില്ലേ, ഇത്രയും വിളവെടുത്തു ഇന്ന് കേട്ടോ. അങ്ങനെ ഞാൻ ഒന്നരാടം വിളവെടുത്തു. ഇത്ര നോക്ക് എത്ര ഉണ്ട്, ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ ഒന്ന് ചൂടായാൽ മതി, ഇതിന് വേഗം വേവും. പിന്നെ അത് വളോ അല്ലെങ്കിൽ മരുന്ന് അടിക്കാത്തൊരു സംഭവം. അത് പച്ച തിന്നാം, ഇത് പച്ച തിന്നാൻ വരെ ഇത് കേടില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ഓരോ ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഇത് എവിടുന്ന് കിട്ടും ഇതിൻ്റെ വിത്ത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നഴ്സറിയിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ, അത് നഴ്സറിയിൽ ഉണ്ടാവും. പിന്നെ ഒരാൾ പറയുന്നത് ഞാൻ കേട്ട് ഇത് വയനാട്ടിലേ ഉണ്ടാവുള്ളൂ എന്ന്. വയനാട്ടിലല്ല കേട്ടോ, എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വയനാട്ടിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് ഞാൻ സമ്മതിക്കുന്നുണ്ട്. എല്ലാം നട്ടുപിടിപ്പിക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥയിൽ, അതുകൊണ്ടായിരിക്കും. ഏതായാലും കിട്ടിയ കണ്ടില്ലേ, എന്താ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വിളവെടുക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ചെടിമ നോക്കുമ്പോൾ ഒരു സങ്കടം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ട് അത്? ഇങ്ങനെ ഉണ്ടായി നിറഞ്ഞിങ്ങനെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും, പലതും ഉണ്ടാക്കും. എനിക്ക് പലതും ഉണ്ട് വിളവെടുക്കാൻ, ഒക്കെ ഉണ്ടാക്കും. പിന്നെ ആ ചെടി എനിക്ക് നോക്കുമ്പോൾ ഒരു സങ്കടം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഉണ്ടാക്കി വിളവെടുക്കുന്നതിൻ്റെ ഒരു 75% ഞാൻ വിതരണം കേട്ടോ, ഓരോരുത്തർക്ക് വിതരണം ചെയ്യല. അതെനിക്ക് അതിനേക്കാളും ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയൂ, എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിച്ചുണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ വിളവ് എൻ്റെ ആവശ്യത്തിന് എടുക്കുക, അതിൻ്റെ ഇഷ്ടം ബാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുക. അതൊക്കെ എൻ്റെ ഇപ്പോഴത്തെ ഹോബി തന്നെ പറയാം. വിളവെടുത്താട്ടോ. ഇതിന് ഞാനിവിടെ കുഞ്ഞിത്തക്കാളി എന്നാ പറയാ. പിന്നെ ചിലർ പറഞ്ഞേക്കാം മണിത്തക്കാളി. അതുകൊണ്ട് ഞാൻ എൻ്റെ റീൽസിൽ ഞാൻ അത് മണിത്തക്കാളി എന്നൊക്കെ പറഞ്ഞു നോക്കുമ്പോൾ അത് മണിത്തക്കാളി അല്ല പോലും. ഇത് മണിത്തക്കാളിൻ്റെ കളറ് കറുപ്പാന്നൊക്കെ പറയുന്നേക്കുന്നത്. ആ തക്കാളിൻ്റെ അടുത്തില്ല. പക്ഷേ ഈ തക്കാളി നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇതാണെങ്കിൽ ദിവസം പറിക്കാനുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വിത്തൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്ക് വിഷമത്തോടു കൂടി മറുപടിയൊക്കെ തരുന്നുണ്ട്. എന്താ നിങ്ങൾ മറുപടി തരാത്തത്, ഞങ്ങൾ തരുമോ, കൊറിയർ അയച്ച് തരുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ അവരോട് ഞാൻ സങ്കടമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നമ്പർ ഞാൻ എവിടെ ഇട്ടിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഞാൻ കൊറിയർ തരും എനിക്കറിയില്ല. ഇവിടെ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ഉള്ളതിൻ്റെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഒക്കെ ഞാൻ തരും. അതിവിടെ വന്നു കഴിഞ്ഞാൽ, അത് വയനാട്ടിലാട്ടോ. അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചതുരപ്പയർ പറിച്ച് നിങ്ങൾ കണ്ടില്ലേ, എന്താ കുഞ്ഞിത്തക്കാളിയോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഞാനിങ്ങനെ വിളവെടുപ്പൊക്കെ കാണിക്കുന്നത് ഇത് കണ്ട് പ്രചോദനമായിട്ട് ആരെങ്കിലും കൃഷിയിലോട്ട് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.